My name is Radha. Actually, it's രാധേനാഥൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ രാധയെന്ന് വിളിക്കാം. ഞാനും സുശീലനും കസിൻസാണ്. പിന്നെ കണാരേട്ടൻ്റെ ഓൾമോസ്റ്റ് അന്ധനായ മകൻ ഗോപാലൻ സുശീലൻ്റെ അടുത്ത സുഹൃത്തും. വിപ്ലവം അനിവാര്യമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന എൻ്റെ അമ്മാവൻ വയലിൽ സതീശൻ, അതായത് സുശീലൻ്റെ അച്ഛൻ, അമേരിക്കയെ എതിർക്കുന്നത് പോലെ ഞങ്ങളെ എതിർത്തു, അടിച്ചമർത്തി. പക്ഷേ ക്യൂബ അമേരിക്കയോട് പിടിച്ചു നിന്നതുപോലെ ഞങ്ങൾ പിടിച്ചു നിന്നു, പൊരുതി നിന്നു, ചിലപ്പോൾ പൊരുതി വീണു. ഏകദേശം ഒരു 20 വർഷങ്ങൾക്കും 24 മണിക്കൂറുകൾക്കും മുമ്പ് സുശീലൻ അമ്പിളിയെ ഓർത്ത് പുസ്തകം ഉറക്കെ വായിച്ചിരുന്ന സമയം. AD ഏതോ ഒരാണ്ട്. നീ ഇന്നുവരെ ഒരു പെൺകുട്ടിയോട്ട് മുട്ട കഴിച്ചിട്ടുണ്ടോ? ഇന്നാ കഴിക്ക്. ഇത് രശ്മിയുടെ ബാഗിൽ നിന്ന് രാധ അടിച്ചു മാറ്റിയതാ. അയ്യോ വിപ്ലവം, എന്താടാ വായില്? വിയറ്റ്നാമിലെ കുട്ടികൾ സാമ്രാജ്യത്വത്തിനെതിരെ പോരാടിയതിന്റെ പേരിൽ അവരുടെ പ്രാഥമിക വിദ്യാഭ്യാസം പോലും നിഷേധിക്കപ്പെട്ടിരിക്കുക. ഈ ഒരു അവസ്ഥയിൽ എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ടായിട്ടും നീയൊക്കെ മെട്ടാതെ ഇരുന്ന് രസിക്കുക. അവനെ കണ്ട് പഠിക്കണേ. അവൻ പൊക്കിയത് നീ കണ്ടോ? നോക്ക് കത്ത് കൊടുത്ത്. ഈ മാതിരി ഡിസ്കോ, ഗിറ്റാർ, ഇതൊക്കെ തന്നെ അധികാരവർഗത്തിന് യുവതലമുറയെ മയക്കിക്കെടുത്താനുള്ള കറുപ്പാണ്. അല്ലാന്ന് മാഷക്ക് അഭിപ്രായമുണ്ടോ? കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഉല്ലാസത്തിന് വേറെ എന്തൊക്കെ വഴികളുണ്ട്. സയൻസ് ക്യൂസ് ആവാം, ശാസ്ത്രമേളയാകാം, പുസ്തകമേളയാകാം. ഇനി അതൊന്നുമല്ലെങ്കിൽ സേവനവാരമാകാം. കുട്ടികൾ ഉല്ലസിക്കട്ടെ. Oh, sweetie. Hi. How are you? I missed you. എൻ്റെ പ്ലാനുകളെല്ലാം തെറ്റി, എല്ലാം ക്യാൻസൽ ചെയ്തങ്ങ് പോന്നു. അതെ, നമ്മുടെ അമ്മാവിന്റെ വീട്ടിലും പോയില്ലേ? ഓ, ഐ വാസ് ടു ബിസി. പറ്റിയില്ലടി. അമ്മായി വിളിച്ചിരുന്നു. ഹായ്. വിശ്വാസമല്ലേ ഏട്ടാ എല്ലാം? അയ്യോ തോക്കെടുക്കല്ലേ. അയ്യോ അയ്യോ നിന്റെ അമ്മാവൻ. ഇത്ര സ്പീഡേ ഉള്ളൂ. രാവിലെ വെടിവഴിപാടിന് ഇറങ്ങുമ്പോ ഓർക്കണം. വേമ്പു പോകുവാടാ. തനിക്ക് കുറച്ച് നേരത്തെ വരാൻ പാടില്ല. അവളുടെ കെട്ടിയോ വരെ സമയത്തിന്. സോറി ബ്രോ, ഞാൻ ലേറ്റ് ആയി പോയി. താൻ കുറച്ചും കൂടെ ലേറ്റ് ആയിരുന്നെങ്കിലേ എന്റെ പേരിന് മുമ്പിൽ ലേറ്റ് നോക്കായിരുന്നു. എനിക്ക് ഇത്രയെങ്കിലും വെട്ടമില്ലാതെ കാണാൻ പറ്റില്ല. നിന്റെ കാഴ്ചയും അയാളുടെ ഉന്നോര് പോലെ ഏത് എന്റെ ഭാഗ്യം. ആ സുശീലിനവിടെ. Thank you so much. കുട്ടിയുടെ പേരെന്താ? അറിഞ്ഞിട്ടെന്തിനാ? നീ എന്താണ് റോട്ടിൽ നിന്ന് സ്കൂൾ വിട്ടിരുന്ന പെൺകുട്ടികളുമായി കിന്നിരിക്കുക? ഞാൻ ആ കുട്ടിയുടെ പേര് ചോദിച്ചതാ. പേര് വയ്ക്കാൻ നീ ആരാണ്? അഡ്മാഷോ?
ആ കുട്ടിയുടെ പേരോടെ പരീക്ഷയ്ക്ക് വയ്ക്കുക. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്കൂൾ വിട്ടാൽ 15 മിനിറ്റിനുള്ളിൽ വീട്ടിലെത്തണം, പരീക്ഷയ്ക്ക് പഠിക്കണമെന്ന് അല്ലേ? കേരള അയ്യോ, അപ്പൊ നിന്റെ ഗിറ്റാർ വായന ഇന്ന് നടക്കില്ലല്ലേ? ഞാൻ ഇനി എങ്ങനെ ഗേൾസിനെ ഫേസ് ചെയ്യും? എനിക്കിന്ന് വരെ ഒറ്റ ഗേൾസിന്റെ ഫേസ് പോലും ശരിക്കും കാണാൻ പറ്റിയിട്ടില്ല. എന്റെ റാസ്പുട്ടീൻ സാറേ, അനുഗ്രഹിക്കണേ. ഓ, രവീന്ദ്രനാഥ ടാഗോർ അല്ലടാ പൊട്ട. മുഴുവൻ റഷ്യൻ ഗേൾസിന്റെയും, എന്തിന് റഷ്യൻ രാജ്ഞിയുടെ ഹൃദയം പോലും കീഴടക്കിയ ഒരു വലിയ ആളല്ലേ റഷ്യാസ് ഫേമസ് ലവ് മെഷീൻ. കവരുന്നവനെ മനസ്സാകെ നിന്നും ഇവിടെ മനസ്സത്തും അരികെ തുടരുന്നിവനൊരു കഥയായി. Hi, Sushi. Hi, How are you? I'm fine. Well, take it. Thanks. Oh, yeah. Thanks for the report. Oh. Seriously, it's because of you that I could submit on time. പിന്നെ അറിയാലോ, അടുത്ത പ്രാവശ്യം എനിക്ക് സുഷിയുടെ ഹെൽപ്പ് ആവശ്യം വരെ. Well, did I tell you it's my sister's wedding next month? No? And I'm going to be really busy with that, huh? That's why. Okay. ഹായ് രാഖി. Hey, Tam. Hey. साहब जी सुशीलन ऑफिस പോയിട്ട് ഉടനെ वापस आ गया. ठीक है जय बॉम्बे. ആ അച്ഛാ, നീ എന്താ ഓഫീസിൽ പോഞ്ഞത്? അല്ല എന്താ തിരിച്ചു വന്നേ? അച്ഛാ, എനിക്ക് ഒട്ടും സുഖമില്ലായിരുന്നു. ഡോക്ടറെ അടുത്ത് പോയില്ലേ? അച്ഛാ, ഞാൻ ഇപ്പൊ കുറച്ചിറങ്ങി ഡോക്ടറിൻ്റെ അടുത്ത് പോകും. പെട്ടെന്ന് പോ. ആ ശരി അച്ഛാ. എടാ, രാവിലെ തന്നെ ഫോണിൽ വിപ്ലവമായിരുന്നോ? ആ സെക്യൂരിറ്റി തണ്ടി പണി കൊടുത്തോന്നല്ലേ? അവൻ തന്നെ ആയിരിക്കും, അല്ലാതെ. ബൈ ദ വേ, ഒരു ഉണ്ടെണ്ണ നോക്കിയ ബാഗിൽ ഉണ്ടാ. ഉണ്ടാ? ഇന്ന് രാവിലെ ഒരു വെടിവെപ്പുണ്ടായി. വെടിവെപ്പാ? സത്യം.
If you don't ASK, Sushila, you won't GET. You don't ask, you don't get. എന്നുവെച്ചാ ചോദിച്ചാലേ കിട്ടുള്ളൂന്ന്. ഇത് ഞാൻ പറഞ്ഞല്ല കേട്ടോ, മഹാത്മജി പറഞ്ഞ. അദ്ദേഹം ഗേൾസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയില്ല, പക്ഷെ ഗേൾസിന്റെ ഡിപ്പാർട്ട്മെന്റിലും നമുക്കിതൊക്കെ ഉപയോഗിക്കാം. ഓ, നീ മറ്റേ ക്യാറ്റ് വുമൺ സ്വപ്നം എപ്പോഴും കാണാറുണ്ടോ? ആ, ഹൗ നൈസ്, ലവ്ലി അല്ലേ? ഇങ്ങനെ സ്വപ്നം കണ്ടോണ്ടിരുന്നോ? ഈ ചിക്സിന്റെ ഒരു കാര്യം. I'm not going to the office, da. You know that Noori? ഇന്ന് അവളുടെ വീട്ടിൽ ആരുമില്ല, പാവം. Which one do you think? Pink, no? Thanks, da. ഭാഗ്യ ബാക്ക് ഫുൾ ആളാ. See, why don't you understand this? We are in a relationship, you know. ഇത്ര പോലും നിനക്ക് മനസ്സിലാവുന്നില്ലേ? എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞതാ? ഓ സെൽവൻ പിന്നാടി പോല. ഈ ഒരു ചെറിയ കാര്യം പോലും നിനക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നീ ഒന്ന് പതുക്കെ പറ. ഞാൻ വേണമെങ്കിൽ ഒഴിവായിക്കോളാം. പിന്നീട് ഞാൻ ഏകദേശം പോയെന്ന് പറഞ്ഞേക്കരുത്. ചൽ വാ, കൈയിട്. അതെ, നിനക്ക് വിനയോട് എന്താ ആ പ്രശ്നം? പട്ടി, നിനക്കൊന്നും അവന്റെ സ്വഭാവം അറിയില്ല. ഞാൻ വന്നു. പോട്ടടാ, നമ്മളെയൊന്നും മല്ലു ഗേൾസിന് മനസ്സിലാവില്ല. നിനക്ക് ഞാൻ പറയണ പോലെ മനസ്സിലാവുണ്ടോ? എത്ര പ്രാവശ്യമായി ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്? വിനയോട് ഞാൻ ചാറ്റ് ചെയ്യും. അതിലെന്താ തെറ്റ്? നോക്ക്. Yeah, straight you go. Yeah, nice riding. എത്ര നാളായി വണ്ടി ഓടിച്ചിട്ട്? നല്ല സ്മൂത്ത് ആണല്ലോ. സ്പീഡിൽ പോട്ടെ, സ്പീഡിൽ. വെരി നൈസ്. If this can go wrong, then this can go right. You just can't be 10 day attitude. If this can go wrong, then this can go right. You just can't be 10 day attitude. ഇനി ഇവന്റെ കരച്ചിൽ കാണണല്ലോ ദൈവമേ. മഴമേഘത്തേരിലേറാമായ ചാലക്കാറ്റായി വരാം. മഴമേഘത്തേരിലേറാമായ ചാലക്കാറ്റായി വരാം. മഴമേഘത്തേരിലേറാമായ ചാലക്കാറ്റായി വരാം. മഴമേഘത്തേരിലേറാം മായാ ചാലക്കാറ്റായി വരാം. If this can go wrong, then this can go right. You just can't be 10 day attitude. If this can go wrong, then this can go right. You just can't be 10 day attitude.
മഴമേഘത്തേരിലേറാം മായാജാലക്കാറ്റായി വരാം മഴമേഘത്തേരിലേറാം മായാജാലക്കാറ്റായി വരാം മഴമേഘത്തേരിലേറാം മായാജാലക്കാറ്റായി വരാം മഴമേഘത്തേരിലേറാം മായാജാലക്കാറ്റായി വരാം दीवानों पहचानो कैसे आया मैं हूँ कौन मैं हूँ कौन मैं हूँ डॉन नमस्ते साहब എന്തോടു ഛേ इधर के അയ്യോ ബട്ടൺസ്. ഇവനും അങ്ങനെ തന്നെയാ. ഇവിടെ നോക്ക്. साहब जी देखो तो എന്താ സർട്ടിഫിക്കറ്റ് ആരുടെ? സ്പോർട്സിന്റെ എൻ്റെ സുശീലിന്റെ കണാരൻ്റെ മോൻ ഗോപാലൻ ദിക്കാവോ സർട്ടിഫിക്കറ്റ്സിനെ തുടരുത്. ഞാനും പോയിക്കോട്ടെ. പോയി നോക്ക്. ഉണ്ടോ കളർച്ചെരുപ്പ് മാറ്റി. ആരാത്? അമ്മാവ നമ്മുടെ കണാരേട്ടന്റെ മകൻ ആ. ഗോപാലൻ എപ്പോഴും വരാറുണ്ട് ഇവിടെ. अरे वाह ആന്റിയാടാ. മീരൻ ദിവ്യായിരിക്കും. ഓ കൊട പുഷ്പവല്ലിയുടെ മുന്താണി വന്ന പുലി വായില് ഞാൻ എന്നെ പണി அந்த പുലി ഒരു കിക്ക് അത് കണ്ട തമിഴ്ശല്യം തെണ്ടി അവന്റെ തമിഴ്നാട്ടിൽ വരച്ചത് നമ്മുടെ ലങ്കയിലെങ്കിലും വരച്ചാൽ മതിയായിരുന്നു. What culture? What to do? അന്തനും മന്ദനും മറിക്കും. ഇപ്പൊ നോക്കണ്ട, പുറത്ത് വെച്ചിരിക്കാം. വീണ്ടും പുച്ഛിച്ച് തള്ളി. ഇതൊക്കെ വെറും സിമ്പിൾ താനേ. ഇതൊക്കെ പോയി Excuse me, what's the time? 3:30. 3:30. Okay, thanks. നീ എങ്ങനെ വാച്ച് നോക്കേണ്ട സമയം പറഞ്ഞു? മല്ലു ഗേൾസിന് നമ്മളെ മനസ്സിലാവില്ല, മദാമ്മമാർക്കേ നമ്മളെ മനസ്സിലാകൂ. അവന്റെ ഒരു ഇംഗ്ലീഷും ഒടുക്കത്തെ ആക്സെന്റും കഴുത്തിറക്കി വെട്ടിയ ടീഷർട്ടും മറ്റേ ബാംഗ്ലൂർ പഠിക്കാൻ പോയ മല്ലു ഗേൾസിലെ അതുപോലെ ഉണ്ട്. അതെ, ഇതായിരുന്നു നീ ഇടണ വരെ. Excuse me, sir. Your shot. താങ്ക് യു. Hey, one more same. നീ അവിടെ ഇരിക്കുന്ന ചുവപ്പ് ഡ്രസ് ഇട്ട പെൺകൊച്ചിനെ കണ്ടോ? അത് മഞ്ഞല്ലേ? അത് വെയിറ്ററാടാ പൊട്ട. ഓഹോ, അവക്കെന്ത് പറ്റി? അവളെ കണ്ടാലേ അറിയാം തരികിടാണ്. അത് നിനക്ക് എങ്ങനെ അറിയാം? അവളുടെ ബോഡി ലാംഗ്വേജ് കണ്ടില്ലേ? അവനുണ്ട്, പക്ഷെ അവക്ക് അവനോടൊന്നുമില്ല. ഇങ്ങനെ അതെനിക്കും തോന്നി. അവൾ ആ ടേബിളിന്റെ അടിയിൽ മൊബൈലും വെച്ച് SMS ചെയ്യുന്ന കണ്ട.
എക്സ്ക്യൂസ് മീ ഗൈസ്, എനിക്ക് ടോയ്ലറ്റ് പോടാം, പെട്ടെന്ന് വരാം. യു ഗൈസ് ചിൽ, ബൈ ബൈ. ഏയ് ഒരു തിരക്കൂല, പെട്ടെന്ന് വരണ്ട, പതുക്കെ വന്നാൽ മതി. ഇനിയിപ്പോ വന്നില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഹൈ ബേബി, ബേബി ഗോപ്സ്. എന്താടാ ഇത്? ഇതാരാ? വാ, നിന്റെ സകല പ്രശ്നങ്ങളും ഇവര് സോൾവ് ചെയ്യും. അല്പം എക്സ്പെൻസീവ് ആണ്, പക്ഷെ കുഴപ്പമില്ല. അതൊക്കെ തെറ്റല്ലേടാ. ഡോണ്ട് വറി മാൻ. അച്ഛൻ എങ്ങനെ അറിഞ്ഞാലുണ്ടല്ലോ, പിന്നെ എന്തായാലും ഒരു കോൾ ഗേൾ അല്ലേ. നിനക്ക് ഇവളൊരു ഡോക്ടറാണ്, ഡോക്ടർ സ്മിത. നീ ഡോക്ടർ സ്മിത പോയി കാണ്, സംസാരിക്ക്. നീ ഡോക്ടറെ പോയി കാണ്. അവരുടെ കെട്ടിയും വരുന്ന ടൈമാണെങ്കിൽ അച്ഛൻ ഇപ്പാന്ന് പറഞ്ഞിരിക്കുന്ന സമയം. പിന്നെ കേൾക്കുന്ന ആള് കോളിംഗ് ബെൽ അടിക്കുന്നതാണ്. അപ്പൊ നമ്മള് കിച്ചണില്, അവിടെ നമ്മള് ഹോളിലേക്ക് പോയി, ഹോളിൽ നിന്ന് വീണ്ടും കിച്ചണിലേക്ക് പോയി. കിച്ചണിലേക്ക് ഞങ്ങൾ ഗാർഡനിൽ എത്തിയപ്പോഴത്തേക്കും എനിക്ക് സംസാരിക്കണം. സംസാരിച്ചോ? ഇവിടെ വെച്ചല്ല, പുറത്തെവിടെയെങ്കിലും. സമയമില്ല. പ്ലീസ് അനു പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. നിനക്കെന്നെ അറിയാലോ, ഞാൻ പെട്ടെന്ന് കാര്യങ്ങൾ മറക്കും. പിന്നെ ഇത് നിന്റെ തെറ്റല്ല, എൻ്റെ തെറ്റാ. ദേവി ഇത് പഴയ കാര്യങ്ങൾ എന്നെ ഓർപ്പിക്കരുത്. പാസ്റ്റ് ഇസ് പാസ്റ്റ്, ലെറ്റ്സ് മൂവ് ഓൺ. നോ, നമുക്ക് വേണമെങ്കിൽ നല്ല ഫ്രണ്ട്സ് ആയിരിക്കാം. നമുക്ക് ഫ്രണ്ട്സ് ആവാൻ പറ്റില്ലല്ലോ റാറ്റ്സ്. ഓക്കെ ബൈ. ഓക്കെ ടേക്ക് കെയർ. എടാ എന്താടാ, എന്താ പ്രശ്നം? യൂസ് ഇൻ ത്രൂമൻ എന്ന് വെച്ചാൽ എന്നിട്ട് അമ്മായില്ലേ എൻ്റെ ബോക്സർ എടുത്ത് വെച്ചിട്ടാ, കൊടുക്കാൻ പറ്റുമോ? ഞാൻ എടുത്തോണ്ട് വന്നു. Sushi, what are you doing? Is this what I asked you to do? 5 മണിക്ക് മുമ്പ് എനിക്ക് തരാമെന്ന് പറഞ്ഞല്ലേ. എനിക്ക് പോണം, ഞാൻ ലേറ്റ് ആയി. ഇങ്ങനെയാണ് ഒരാളെ ഹെൽപ്പ് ചെയ്യുക? സുശീല, യെസ് സർ. പ്രൊജക്റ്റ് എവിടം വരെയായി? വല്ലതും നടക്കുവോ? ഇങ്ങനെയാണോ ID കാർഡ് ഇടുന്നത്? സോറി സർ. നിന്റെ വർക്ക് മാത്രം എന്താ തീരാത്തത്? നാളെ തന്നെ ആ പ്രൊജക്റ്റ് എനിക്ക് കംപ്ലീറ്റ് ആക്കി തരണം. She's a rock star. ഇവളെ പോലെ ആർക്കും ഇവിടെ കാണാൻ പറ്റും. I'll just be back. Sure. That's right. Sushi. Hi. ഹായ്. നീ എന്റെ പ്രോജക്റ്റ് എന്ന് തീർക്കാന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് ഞാനിപ്പോൾ ഒന്നുള്ളൂ, ഞാൻ കുറച്ചേരം കഴിയുമ്പോൾ തന്നെ പോകും. ഓയാ? നാളെ വൈകിട്ട് കഴിയുമ്പോൾ കംപ്ലീറ്റ് ചെയ്ത് തരാം. ശരി. Raki. Oh. Raki, why don't you sing for us? പ്ലീസ് രാഗി. Come on, stage over there. Kidding me? നീ എന്തിനാടാ വീണ്ടും അവളോട് പോയി സംസാരിക്കാൻ പോയത്? ബൈ ദ വേ, നീ എന്താ ഇവിടെ നിൽക്കണ? പാടി മാൻ. ഗേൾസ് ഗോ സോഷ്യലൈസ്. Rats. ഒലക്ക. നീ ആ ഗോപ്സിനെ കണ്ടുപോയി? I don't like that song. കണ്ണുപോലും കണ്ടൂടാ പാവത്തിന്. വനിത, പക്ഷെ എന്ത് can ശ്രമം. you join me? എനിക്ക് എന്നെ ബഹുമാനം തോന്നും. പോ. കഠിനാധ്വാനിയാണ്. എടാ സുഷി, ഇവിടെ എത്ര ഗേൾസ് ഉണ്ട്? ഇതില് വലിയ റോക്കറ്റ് സയൻസ് ഒന്നും ഇല്ല. എല്ലാ ആണുങ്ങളും പെണ്ണുങ്ങളും ഇതിനു വേണ്ടി തന്നെ സൃഷ്ടിക്കപ്പെട്ടേക്കണത്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. യു നീഡ് ടു ട്രൈ മാൻ. ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. റസ്പുട്ടിൻ സാറിന് മനസ്സിൽ ധ്യാനിക്കുക, മുന്നോട്ട് പോവുക. പോ. Rats. എനിക്ക് സംസാരിക്കണം.
झूम जाए ऐसे बहारों में ले चलो आओ हुजूर तुमको सितारों में ही ले चलूं Excuse me, Oro Pensilondo? Oro Pensilondo? പെൻസിൽ No thanks. എന്റെ പെൻസിൽ കൺപൊട്ടൻ ചേണ്ടി ബ്രഷ് ഇതാ. Okay, Nani. ഹലോ ഹലോ ഹലോ. ഇന്നലെ വിളിച്ചിരുന്നല്ലേ? അതെ. Who is this? സുശീലൻ. ഹായ് സുഷി. ആരാ എൻ്റെ നമ്പർ തന്നത്? ഹലോ ഹലോ. നമ്പർ എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഫ്രണ്ട്? സുഷി എന്തിനാ വിളിച്ചത്? വെറുതെ വിളിച്ചു. വെറുതെ ഒരാൾ സുഷി, ആരെങ്കിലും വിളിക്കോ? ഡാ, ശരി, നമുക്ക് സംസാരിക്കാം. എന്ത് പറ്റി സുഷി? ഒന്നും സംസാരിക്കാനില്ലേ? അതോ എന്റെ ശബ്ദം ഇഷ്ടപ്പെട്ടില്ലേ? അയ്യോ, ഇത് നല്ല ശബ്ദമല്ലേ? സത്യം പറയണം, ആ സുശീലിന് സ്വന്തം പേര് അത്ര ഇഷ്ടമല്ലേ? ആ യു ഡോണ്ട് ലൈക്ക് യുവർ നെയിം? ആ അതെങ്ങനെ മനസ്സിലായി? അത് മനസ്സിലായി. എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ പേരങ്ങ് മാറ്റിക്കളയാം. ആ വാട്ട്സ് എ ടോം, ലൈക്ക് ടോം ക്രൂസ്, ടോം ഹാങ്സ്, അങ്ങനെ. ഡു യു ലൈക്ക് ഇറ്റ്? ഐ റിയലി ലൈക്ക് ഇറ്റ്. ടോമിന്റെ ഫേവറേറ്റ് കളർ എന്താ? ഫേവറേറ്റ് ജ്യൂസോ? ഫേവറേറ്റ് സോങ്? അതിലൊരു ഓറഞ്ച് കളർ ഉണ്ടല്ലോ. വൈശാഖ സന്ധ്യയിൽ, സൺസെറ്റിൽ, ഓഫീസിൽ കുറേ ഗേൾസ് ഇല്ലേ, അവരോട് സംസാരിച്ചൂടെ? ആരോടാ മിണ്ടുന്നേ? പട്ടി തെണ്ടി. ആൾ ചോദിച്ചിട്ടാണോ? എന്ത് ഇവിടെ അല്ല, അവിടെ പോവുക. ഇതെടുത്തോട്ടെ, നട്ടോ. അതും എടുത്തോട്ടെ. ആ തിന്നോ.
നല്ല രസമുണ്ടല്ലേ? പിടിച്ചിരുന്നോട്ടാ. എന്തായിട്ടത്? ബോസിന്റെ ഒരു കാര്യം. ഞാനിന്ന് ഓഫീസിലുണ്ടല്ലോ. കുടിച്ചോ കുടിച്ചോ. ആരെ ചിക്സ? സുശീല, സുശീല, എന്താടാ? നിന്റെ അച്ഛൻ. ഓ സ്മിത, ഞാൻ വിളിക്കാട്ടോ. ആരാ? അവന്റെ അച്ഛനാണ്. ഹലോ അച്ഛാ. അല്ല അച്ഛാ, എനിക്കൊരു ഓഫ് ഷോർ പ്രൊജക്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരെപ്പോൾ നോക്കിയാലും വിളിച്ചോണ്ടിരിക്കും. പിന്നെ ഇവിടെ രാത്രിയാകുമ്പോൾ അവിടെ പകലാണല്ലോ അച്ഛാ. ഏത് രാജ്യക്കാരാ? അമേരിക്ക. ഓ, 3 ലോക രാജ്യക്കാരുടെ ചോര കൂട്ടിയിട്ട് ഇവർക്ക് മതിയായിട്ടില്ലല്ലേ? എടാ, നിനക്ക് നിക്കുറാഗിയ, ഗോട്ടിമാലിയോ, ചിലിയൊന്നും കിട്ടിയില്ലേ? അച്ഛൻ ശരിക്കും ശ്രമിക്കുന്നുണ്ട് അച്ഛാ, ബട്ട് എനിക്ക് പ്രൊജക്റ്റ് ഒന്നും കിട്ടുന്നില്ല. ആ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അമേരിക്കയോടോ അമേരിക്കക്കാരോടോ അതിര് കവിഞ്ഞ ഒരു ബന്ധം വെക്കരുത്, പ്രത്യേകിച്ച് അമേരിക്കൻ സ്ത്രീകളോട്. ഒരിക്കലുമില്ല അച്ഛാ, ഒരിക്കലുമില്ല. എനിക്ക് ഫോൺ വഴിയുള്ള ചെറിയ ബന്ധങ്ങളേ ഉള്ളൂ അച്ഛാ. അതെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ രാധയോട് ചോദിക്ക്. അവനെ കുറച്ച് ബോധമുള്ളൂ. മനസ്സിലായോ? ആ, രാധ ശരിക്കും സഹായിക്കുന്നുണ്ട്. പെട്ടെന്ന് തീർത്ത് കിടക്കാൻ നോക്ക്. ആ ശരി അച്ഛാ. അപ്പൊ ഞാനും സാമ്രാജ്യത്വ ശക്തികൾ 3 ലോക രാജ്യക്കാരുടെ ഉറക്കം വരെ വിലയ്ക്ക് വാങ്ങിക്കഴിഞ്ഞു. അതിഭീകരം തന്നെ. ഇങ്ങനെയാണെങ്കിൽ വിപ്ലവം അനിവാര്യമാണ്. അല്ല, നാളെ തന്നെ ഉണ്ടാവോ? ഉണ്ടെങ്കിൽ രാവിലത്തേക്കുള്ള അരിയാട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. താൻ ഈ ഫോണിൽ കൂടെയുള്ള പരിപാടി മാത്രമേ ഉള്ളൂ, നേരിട്ടുള്ള പരിപാടിയൊന്നുമില്ല? എക്സ്ക്യൂസ് മീ. പോണുണ്ട്. എപ്പോഴാ? അടുത്ത ആഴ്ച. പക്ഷെ എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട്. എന്തിനാടാ? ഞാനവിടെ പോയി ആരെങ്കിലും കണ്ടാലും ചെയ്യും. എടാ സുഷി, അർദ്ധരാത്രിക്ക് കേരളത്തിലെങ്ങനെ സൂര്യൻ ഉദിച്ചെങ്കിലേ അമേരിക്ക വരെ നാണം കിട്ടും. കപട സദാചാരത്തിന്റെ വേൾഡ് ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലടാ നമ്മുടെ നാട്. അതുകൊണ്ട് നീ പോയി പൊട്ടിക്കടാ. എന്തായാലും നീ ഇത് വെച്ചോ, എൻ്റെ ലക്കി ചാമാണ്. റാസ്പുട്ടിൻ സാറിൻ്റെ അനുഗ്രഹം നിനക്ക് എപ്പോഴും ഉണ്ടാവും. പടച്ചട്ടേക്കില്ലേ? പടച്ചട്ടയാ? ആ, പല ഫ്ലേവേഴ്സ് ഉണ്ട്. ചോക്ലേറ്റ്, സ്ട്രോബെറി, കോഫി, ബനാന വരെ ഉണ്ട്. താങ്ക്സ് ഫോർ ദിസ്. നീ വെച്ചോ. May I help you, sir? Sir, എന്താ വേണ്ടത്? Sir, എന്താ വേണ്ടത്? May I help you? No. May I? വേണ്ട. എന്താ വേണ്ടത് സർ? ഇത് 2 കിലോ. സർ, എനിക്കല്ല, എൻ്റെ അച്ഛനാ. എന്താ?
ദൈവമേ എന്നോട് ക്ഷമിക്കണേ. വേറെ ഒരു ഗതിയില്ലാത്തതുകൊണ്ട്. നിനക്കറിയാലോ എൻ്റെ അവസ്ഥ. അച്ഛനറിയരുത്, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്. ആർക്കും ഒരു സംശയം തോന്നരുതേ. ദൈവമേ മാപ്പാക്കണേ ഈശ്വര ഭഗവാനെ. ദൈവമേ രക്ഷിക്കണേ. അമ്പ് देखो सिंपल मैजिक ഇത് ഇന്റർനെറ്റിൻ മാജിക് മണിച്ചിത്രമേ ചേട്ടാ ഈ ലിഫ്റ്റിലേക്കുള്ള വഴി. देखो सिंपल मैजिक ഇത് ഇന്റർനെറ്റിൻ മാജിക് മണിച്ചിത്രമേ എന്താണോ എന്തേലും കാലി പിടിച്ച് എപ്പോഴും ചവിട്ടണേ? നിനക്ക് എന്തിനാണ് കുറങ്ങി മാറി മര്യാദ ഇക്കൂലവൻ. നിക്കടിയോടെ ബ്രദർ എത്തിയോ? എത്തി. എന്തായി? നടന്നോ? ഞാൻ വിളിക്കാം, ഞാൻ തിരികെ വിളിക്കാം. ഞാൻ ഇപ്പൊ എത്തിയുള്ളൂ. ശരി, നടന്നാ മതി. Tom? Yellow shirt. Your favorite color? കുടിക്കാൻ എന്താ വേണ്ടത്? ടീ or your favorite juice? Orange? വെള്ളം മതി. Nicely shaven.
കുറച്ച് വെള്ളം തരുമോ? ഇവിടെ അടുത്ത് നല്ല ദോശ കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. എവിടെ? ദോശ ഇഷ്ടപ്പെട്ടോ? I like you. You are really pretty. താങ്ക് ഗോഡ്. ടോം ഒന്ന് മിണ്ടിയല്ലോ. പ്രെറ്റി മാത്രമാണോ അതോ പ്രെറ്റി സെക്സി ആണോ? ആൻഡ് യുവർ സ്മൈൽ ലുക്സ് ഗുഡ്. സുശീല, റാസ്പുട്ടിൻ സാറിനെ മനസ്സിൽ ധ്യാനിക്കുക. വെക്കടാ, ഇങ്ങനത്തെ ചുണ്ട് എന്തായാലും ഈ എടുത്തുന്നു. മനസ്സിലായോ? ഇങ്ങനെ ആലോചിച്ചോണ്ടിരുന്നു. സുഷി, ഞാൻ പറയുന്നത് വെക്കടാ, വെക്കടാ, വെക്കി. ചിന്തിക്കണ്ട, വെക്കി. I'm sorry. I'm really sorry. എന്തിന്? ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എനിക്കറിയാം പെൺകുട്ടികൾക്കും നമ്മളൊന്നും ഇഷ്ടമില്ല എന്ന്. ആര് പറഞ്ഞു? എനിക്കറിയാതെ. I'm sorry. പക്ഷേ എനിക്ക് ഇയാളെ ഇഷ്ടം. Kiss me, Tom. Kiss me now. Sorry. എന്റെ സുശീല, നീ ഒരു കന്യകനായിട്ട് മരിക്കും, അല്ലെങ്കിൽ നിന്നെ ആരെങ്കിലും കൊല്ലും. ഹേയ്, അല്ല സോറി. സുശീല, സുശീല, നീ എന്താ ഇവിടെ? എവിടെ? അല്ല ഇവിടെ. ഞാനിവിടെ ഇല്ല. സുശീല, നീ എന്തൊക്കെയായി പറയുന്നേ? ടോം, ബ്രദറിന്റെ പേരെന്താ? ഗോപാലൻ. ഗോപ്സ്. വളരെ കുറച്ച് സമയം ഞങ്ങൾക്കുള്ളൂ. സോ ഐ ഹോപ്പ് യു ഡോണ്ട് മൈൻഡ്. സോറി ഗോപ്സ്. കം ടോം. മിന്നലേ മിന്നും മൊഴിയായി മാറിയോ എന്നിലലയായി പായുമോ എന്നിതാ വീതിയിൽ എന്നും മുതിരാ പൂകൾ എന്നും നിൻ തൂതുമായി വന്നു വരികെ നിൻ സ്വരം. മിന്നലേ മിന്നും മൊഴിയായി മാറിയോ എന്നിലലയായി പായുമോ?
തെളിയും ഏതു പുതിയ പുതിയ വഴികൾ മഴയായി പെയ്യും വഴിയിൽ നിന്റെ മധുര മധുര മൊഴികൾ ഈ മഴയിൽ നനഞ്ഞു മണ്ണിൽ ചേരാൻ കാറ്റ് പറന്നു വാനോടലിയാൻ നീ തന്നു അറിയാതൊരു വരം മെല്ലെ നീ മുന്നിലുണരും നാദമേ ചെല്ലിൽ നീ വെള്ളി വെയിലിൻ നാളമേ തന്നു നീ നിഴലുകൾ എന്നും അറിയാതൊരു തലം എന്നും നിൻ ദൂതുമായി വന്നു വരികേ നിൻ സ്വരം ഹലോ രാജ്, ഞാൻ സുശീലിനെ കണ്ടു ഇവിടെ വേറെ ആളുടെ കൂടെ. കൺഗ്രാറ്റ്സ്, നിനക്കിപ്പോ കാണാൻ പറ്റുന്നുണ്ടല്ലോ. അതല്ല, ഒരു ഇടിവെട്ട് പീസിന്റെ കൂടെ ഇവിടെ അടുത്തൊരു മോളിൽ. ഹലോ, അത് അവനായിരിക്കില്ലടാ. ഞാൻ എന്റെ 2 കണ്ണും കൊണ്ട് കണ്ടതാ. അത് കള. നീ ഇപ്പൊ എവിടെ? ഞാൻ ബസ് സ്റ്റോപ്പിലാ. എപ്പോഴാ തിരിച്ചു വരണേ? ഞാൻ ഇവിടെ തന്നെ കാണും. അവൻ എന്തെങ്കിലും സഹായം വേണമെങ്കിലോ? അതെ, ഇന്ന് രാത്രി ഫ്ലാറ്റില് ഞാൻ ചെറിയൊരു പാർട്ടി നടത്തുന്നുണ്ട്. ഞാനും കുറച്ച് ചിക്സ് മാത്രം. നീ വരണമെങ്കിൽ വാ. ഗേൾസ് പാർട്ടി? യെസ്. നോ ബോയ്സ്? നോ, സുശീലം പോലും ഇല്ല. എത്ര മണിക്കാ? രാത്രി. അപ്പൊ ഞാൻ ഇവിടെ ഇപ്പൊ തന്നെ ഇറങ്ങിക്കോ. താങ്ക്സ് മാൻ, താങ്ക്സ്. ഓക്കേടാ. പട്ടി തെണ്ടി പൊട്ടൻ. ഓ, അടുത്ത തെണ്ടി. ഹലോ, ചകലെ വരുന്ന് അടിയിലുണ്ട്. ദേ സ്റ്റെപ്പ് കയറുന്നു. ഇന്ന് തന്നെ പോകണമെന്നുണ്ടോ? യു നോ അമ്പിളി, ഞാനും കൂടെ വന്നോട്ടെ പ്ലീസ്. എന്നിട്ട് യു വിൽ ബി റിയലി ബോർഡ് ദേർ. I'll be bored here too. Go out with your friends. ആരുടെ കൂടെ? നിന്റെ ഏതെങ്കിലും ഫ്രണ്ട്സിനോട് പോയിക്കൂടെ? ഇവിടെ എനിക്കാരും ഫ്രണ്ട്സ് ആയിട്ടില്ല. 1 second. ഒരു ആപ്പിൾ പൈ, ഒരു ചോക്ലേറ്റ് മോസ്, then ഒരു വെജ് സാലഡ്. Is that also? Make it fast. Okay, thank you. Thanks. I don't have friends over here. Why don't you make some then? Please, can I come with you? നിനക്ക് നിന്റെ വീട്ടിൽ പോയി നിന്നോടെ കുറച്ച് ദിവസം? എന്റെ വീട്ടിൽ പോയി നിൽക്കാനാണോ സുജിത്ത് എന്നെ കല്യാണം കഴിച്ചത്? Hey Smita. Oh, hi. Hi. പോകാം. എന്താ? പോവാം. ഇങ്ങ് വന്നേ. അയ്യോ. Come. Hi Smita. Hi Sujit. Okay, this is Tom. Hi. And he's my friend Sujit. Hi Tom. This is Ambli, my wife. Ambli, Smita. ഞാൻ പറഞ്ഞിട്ടില്ലേ? Hi. ഹായ് ടോം. ഹായ്. എന്താ വിശേഷം? ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഹോട്ടൽ ലഞ്ച്? അങ്ങനെയൊന്നുമില്ല. സ്മിത, I'll be back in a minute. Excuse me. 1 minute. Tom. Hello.
അമ്മ സുശീല, എന്തൊക്കെയുണ്ട് വിശേഷം? സുഷി, ഐ മീൻ ടോം. പ്ലീസ് സിറ്റ്. അമ്മേ, എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആരെയും കാണണ്ടെന്ന്. അമ്മേ പ്ലീസ്. സ്മിത ഫ്രണ്ട്. ഫ്രണ്ടോ? ആക്ച്വലി ഡോക്ടറാണ്. സുശീല, സുഖമില്ലേ? അങ്ങനെയൊന്നുമില്ല. എനി നെക്ക് പ്രോബ്ലം? ഡോക്ടർമാർ എന്ന് മുതലാ രോഗികളെ ലഞ്ചിന് കൊണ്ടുപോകാൻ തുടങ്ങിയത്? എന്തായാലും നിന്റെ ഡോക്ടർ നിന്നെ വിളിക്കുന്ന പേര് എനിക്കിഷ്ടപ്പെട്ടു, ടോം. എനിക്ക് ആരെയും കാണണ്ട. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. ഓക്കെ? അവളെന്നെ എല്ലാമെല്ലാമായിരുന്നടാ. അവൾക്ക് എങ്ങനെ പറ്റിയിടാ എന്നെ വിട്ടു പോവാൻ? അതിപ്പോ അവൾ കാട്ടി തന്നില്ലേ? I loved her so much, man. I cared for her so much. നിനക്കറിയോ ഞാൻ എത്ര സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു അവളെ? നിന്നോട് ആരാ പറഞ്ഞ സ്നേഹവും കെയറും കൊടുത്ത പെണ്ണുങ്ങൾ ഇട്ടിട്ട് പോകില്ല? ഞാൻ വേറൊരു പെണ്ണിനെ നോക്കിയിട്ട് കൂടിയില്ല. അതാണ് നിന്റെ പ്രശ്നം. നീ വല്ലതും കഴിച്ചോ? കഴിച്ചു. കഴിഞ്ഞ ആഴ്ച അവളുടെ കൂടെ ബിരിയാണി കഴിച്ചത്. ബില്ലോ 1400 രൂപ. എന്താണത്? എനിക്കിനി ജീവിക്കണ്ട. നിനക്ക് ജീവിക്കണ്ടല്ലോ, നീ ജീവിക്കണ്ട. നിന്നോട് ആരാണ് പ്രേമിക്കാൻ പറഞ്ഞത്? Dude, there is only one approach to a girl. ഉപയോഗിക്കുക, ഉപേക്ഷിക്കുക. പിന്നെ നിനക്ക് ഇങ്ങനത്തെ കുരിക്കിന്റെ ആവശ്യമൊന്നും വരില്ല. ഇവിടെ കുടിക്കാൻ വല്ലോ ഉണ്ടോ? വിഷമല്ലാണ്ട്. ഫ്രിഡ്ജിൽ ബിയറുണ്ട്. ഹലോ Rats, I'm pregnant. കൺഗ്രാറ്റ്സ്. ആരാ? വാട്ട്? എന്നെ മനസ്സിലായില്ലേ? എന്റെ ശബ്ദം പോലും ഓർമ്മയില്ലേ? ഞാൻ ഒരാളെ ശബ്ദം കേട്ടിട്ടല്ല തിരിച്ചറിയാൻ, നമ്പർ നോക്കിയിട്ടാ. I'm pregnant. കൺഗ്രാറ്റ്സ് അഗൈൻ. ആരാണ് ആ ഭാഗ്യവാൻ? നീ. അതൊക്കെ മാസങ്ങൾക്ക് മുമ്പല്ലേ. അതിനുശേഷം പലതും സംഭവിക്കാമല്ലോ. പ്ലീസ് ടേക്ക് ദിസ് സീരിയസ്ലി. 1 മാസമായി ഞാൻ നിന്നോട് സംസാരിക്കാൻ ശ്രമിക്കുന്നേ. ഓക്കെ, ഇനി ഞാൻ ഒരു സത്യം പറയാം. ഞാൻ കാരണം ഒരിക്കലും നീ പ്രഗ്നന്റ് ആവില്ല. വൈ? കാരണം എനിക്ക് സ്പേം കൗണ്ട് കുറവാണ്. നീ അവളെ ചതിക്കില്ലടാ. ഇതിന്റെ അവസ്ഥ ആഫ്റ്റർ ഗിവിംഗ് സോ മച്ച് ഓഫ് ലവ്, കെയർ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, എന്നിട്ട് വേറൊരു തന്റെ കൂടെ ഇപ്പൊ പോയില്ലേ? എങ്ങനെയാ? ഹായ് ബേബ്. ഹലോ റാൻസ്. എനിക്കിന്ന് ഓഫാണ്. ഫ്രീ ആണോ? ഞാനെത്തി. ഇന്നെന്തായാലും ഞാൻ പറഞ്ഞ കളർ തന്നെ. ഏത് കളറാ? എത്ര പെട്ടെന്ന് പറഞ്ഞോ?
റാറ്റ്സ് what do I wear, man? എന്തിന്? പാർട്ടിക്ക്. ഏത് പാർട്ടി? ഡാ നീ പറഞ്ഞ പാർട്ടി. നീയും ഞാനും പിന്നെ കുറെ ഗേൾസും ഉള്ള പാർട്ടി. ഓക്കെ, അതിന് നീ കുറച്ച് പൂക്കളുള്ള ഷർട്ടുള്ള ഏതെങ്കിലും ഒരെണ്ണം ഇട്ടാ മതി. പൂക്കളുള്ള പൂക്കളുള്ള ഷർട്ട്. ഡാ അതെനിക്ക് മാച്ചാവൂ. ഇന്ത്യയും പാകിസ്ഥാനും പോലെ. താങ്ക്സ് മാൻ, താങ്ക്സ്. സുശീല നിന്നെ വിളിച്ചോ? ഇല്ല. ഞാൻ ഒന്നുകൂടെ അവനെ വിളിച്ചാലോ? എന്തിന്? എന്തെങ്കിലും സഹായം വേണമെങ്കിലും. എടാ, ഈ പൂക്കളുടെ ഷർട്ടില്ലേ, അതിന്റെ കൂടെ തന്നെ ഈ ഡെനിം ജീൻസിന്റെ ടോൺ ഷോർട്സ്. പക്ഷേ ഷോർട്സ് എന്തിനാ? ഷോർട്സ് അല്ലടാ, പെട്ടെന്ന് ഊരാൻ എളുപ്പം. താങ്ക്സ് മാൻ, താങ്ക്സ്. ശരിയടാ, ഓക്കേടാ, ഓക്കേടാ പൊട്ട. ചേട്ടാ ഇതെങ്ങനെയുണ്ട്? ചേട്ടാ ഷോർട്സ് ഉണ്ടോ? ഉയ്യോ, ഇതുപോലത്തെ ഷർട്ടല്ല, പച്ച മഞ്ഞ ചുവപ്പ് കുറേ പൂക്കളുള്ള ഷർട്ടുണ്ടോ? അമ്മാവാ. മാഡം, സെക്രട്ടറി താങ്കളെ ഇന്ന് എന്തായാലും കാണണമെന്ന് പറഞ്ഞു. സാറിപ്പോ ഫ്രീയാ, ഇപ്പൊ ഓഫീസിലുണ്ട്. ജോൺ, ചെറിയൊരു ഹെൽപ്പ് വേണം. മൈ ലവ് യു ആർ മൈ പഞ്ചസാര. ഈ പാട്ട് എൻ്റെ ലവർക്ക് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. പഞ്ചസാര ലവർ ചവറ്. അയ്യോ മറന്നുപോയി. വിപ്ലവം നടന്ന് കയറിയാ മതി. അമ്മേ, അയ്യോ മാർലി ബേവാച്ചി. ഈ പ്രവാസികളുടെ ഓരോരോ തമാശകളെ. അത് പോട്ടെ, ഗൾഫിൽ എവിടെയാ? ജംഗ്ഷനില? അബുദാബി. 15 വർഷം ഞാൻ അവിടെ ആയിരുന്നു. എന്റെ പിതൃ രാജ്യമാണ്, കണ്ടോ? ഞാനും ഷെയ്ഖും തമ്മിൽ ആയിരുന്നു. പോകാൻ ധൃതിയായോ? എനിക്കറിയാം. എന്റെ ഭാര്യയും ഞാൻ വന്ന് കഴിയുമ്പോ ഇങ്ങനെ ആയിരുന്നു. അതല്ല. ഓക്കെ, ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ടോ? സോറി, ഇല്ല. വിഷമിക്കണ്ട, വകുപ്പുണ്ട്. പോളറോയിഡ് ക്യാമറ ഷെയ്ഖ് എനിക്ക് ഗിഫ്റ്റ് തന്നതാ. ഗൾഫുകാരാ, ഒന്ന് ചേർന്നിരുന്നേ. സ്മൈൽ. ആ ഫോട്ടോ ഡോണ്ട് വറി ടോം, ഒന്നും സംഭവിക്കില്ല. യു റിലാക്സ്. ഒന്ന് മെയിൽ ചെക്ക് ചെയ്തോട്ടെ പ്ലീസ്. പ്ലീസ്. Don't be such a boring corporate guy. സുശീല, 3 A's എപ്പോഴും ഓർക്കുക. ആർത്തി, അമിതാഭ് ബച്ചൻ അല്ല, അമിതാവേശം, ആത്മവിശ്വാസമില്ലായ്മ. ഇത് 3 നമ്മൾ ഒഴിവാക്കിയാൽ വിജയം സുനിശ്ചിതം. പുഷപ്പ് ഞാൻ പറഞ്ഞല്ലോ, ഒരു 15 എണ്ണം 3 സെറ്റ്. നീ റിലാക്സ് ചെയ്യണോടാ, കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ കൺട്രോളിൽ വെക്കണം. വെറുതെ ഇരിക്കാൻ പഠിക്കണം കുറച്ച്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ തിരിച്ചു വിളിച്ചാൽ മതി. എന്നെ വിളിക്കേണ്ട നമ്പർ 08913283. ഓക്കെ? പിന്നെ ദയവ് ചെയ്ത് ഞാൻ തന്ന ഡിയോഡ്രൻ്റ് അടിച്ച് തീർക്കരുത്.
കൂടുതൽ അടിച്ചു പോയാൽ ജോബ് ഇൻ ദ മിൽക്ക് വാട്ടർ എന്ന പണി കിട്ടും. ഇപ്പം എങ്ങനെയുണ്ടാ? ഹായ്. ചെക്കപ്പ് കഴിഞ്ഞോ? ചെക്കപ്പ്? എന്ത് ചെക്കപ്പ്? അല്ല, ഡോക്ടറുടെ അടുത്തുനിന്ന് ഫ്രീ ആയോ എന്നറിയാൻ ചോദിച്ചതാ. ഓഹോ, ഫ്രീ ആണ്, ഫ്രീ ആക്കാം. വുഡ് യു ലൈക്ക് ടു മീറ്റ് അപ്പ് ഫോർ കോഫി? ഷോ ഷോ, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഫ്രീ ആകുമ്പോൾ അപ്പം തന്നെ അങ്ങോട്ട് വിളിക്കാം. ഗ്രേറ്റ്. പിന്നെ ദിവസവും ഒരു ആപ്പിൾ കഴിക്കുന്നത് നല്ലതാ. ആപ്പിളോ? എന്തിനായിരുന്നു? അല്ല, ആൻ ആപ്പിൾ എ ഡേ കീപ്സ് ഡോക്ടർ അവേ എന്നാണല്ലോ. ബൈ ബൈ ബൈ, സീ യു സൂൺ. Okay, I'll be there. Yeah. I'm very sorry, Tom. എൻ്റെ ഫ്രണ്ടിന് ഒരു ആക്സിഡന്റ് ഉണ്ടായി. I got a call. So എനിക്ക് പോയേ പറ്റൂ. You will be comfortable here. Okay? ഞാൻ പെട്ടെന്ന് വരാം. Bye, Tom. മുകളിലാരോ ഡോർ തുറന്നു വെച്ചിരിക്കുക. ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. കോപ്പി ഒന്നും കൊണ്ടുവന്നില്ലേ? എന്ത്? ഇതെന്തുവാ ഒന്നും അറിയാത്തതുപോലെ? കുപ്പി ഇല്ല. അയ്യേ, എന്തിനാ കൊണ്ടുവരുന്നേ? എല്ലാം ഇവിടെ ഇരിക്കുകയല്ലേ. Cheers. Cheers. Zen by Osho. നല്ല കളക്ഷൻ. താങ്കളുടേതാണോ? അയ്യോ സോറി, താങ്കൾ അങ്ങ് ഗൾഫിലാണല്ലോ. വൈഫിന്റെ സെലക്ഷൻ ആയിരിക്കും ഉറപ്പ്. സൂപ്പർ കൺട്രി റോക്ക് കളക്ഷൻ. സാറിന്റെ വൈഫിന്റെ മ്യൂസിക് സെൻസ് വളരെ ക്ലാസി ആണല്ലോ. ലക്കി മാൻ. ആഹാ, താങ്കളുടെ ഭാര്യ ഈ പൂക്കൾ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോ ഞാൻ കാണാറുണ്ട് കേട്ടോ. താങ്കൾക്ക് ഇഷ്ടമുള്ള പൂക്കളാണോ ഇത്? കൊള്ളാമോ മണം? എനിക്ക് മനസ്സിലാക്കും നിങ്ങളുടെ ടെൻഷൻ. ടെൻഷനോ? എനിക്കെന്താ ടെൻഷൻ? ഇവിടെ പുരുഷന്മാര് സ്ത്രീകളെ തേടി നടക്കുകയാണ്. ഏകാന്തരായ സ്ത്രീകളെ, ഭർത്താവ് അടുത്തില്ലാത്തവരെ. സുന്ദരിയായ ഭാര്യ. നിങ്ങൾ അവിടെ, അവൾ ഇവിടെ, ഇവിടെ അവിടെ, അവിടെ ഇവിടെ. ഇപ്പൊ ഭർത്താവ് ഭാര്യയുടെ കൂടെയാണെങ്കിലും അവർക്ക് പരപുരുഷന്മാരുമായിട്ട് ബന്ധം ഉണ്ടാകാമല്ലോ. അല്ല, ഇന്റർനെറ്റിൽ ചാറ്റിങ്ങും ഫേസ്ബുക്കും ഒക്കെ അതിനല്ലേ. മൊബൈൽ ഫോൺ ആണെങ്കിൽ ഇപ്പോ അതിന് മാത്രമേ ഉള്ളൂ. അൽ റഖം അലാസി തുഹാവലു ബിലാഹി അൽ ഇത്തിസാൽ ബിഹി മഷ്ഹൂൽ അൽഹൈൻ എന്ന് വെച്ചാ താങ്കൾ ക്യൂവിലാണ് വെയിറ്റ് ചെയ്യാൻ. അതായത് ഭർത്താവ് സ്ഥിരമായിട്ട് ക്യൂവിൽ തന്നെ. ഞാനല്ല കേട്ടോ, എന്റെ സുഹൃത്ത്. സ്ത്രീകളെയും കുറ്റപ്പെടുത്താനാവില്ലല്ലോ, അവരും മനുഷ്യരല്ലേ. നല്ല സ്ത്രീകൾ എത്രയോ ഉണ്ട് നിങ്ങളുടെ ഭാര്യയെ പോലെ. താങ്കളെ ബോറടിപ്പിച്ചതിൽ ക്ഷമിക്കണം. ഇത് എന്റെ കഥയല്ല കേട്ടോ, എന്റെ ഒരു പാവം പ്രവാസി സുഹൃത്തിന്റെ കഥയാ. താങ്ക് യു.
ऐसा है क्या? कुत्ता लोग ऊपर से उड़ा के फेंकना चाहिए. കപട സദാചാരത്തിന്റെ വേൾഡ് ഹെഡ്ക്വാർട്ടേഴ്സ് അല്ലടാ നമ്മുടെ നാട്. അതുകൊണ്ട് നീ പോയി പൊട്ടിക്കടാ. മദാമ്മമാർക്കേ നമ്മളെ മനസ്സിലാകൂ. നിന്റെ ഡോക്ടർ നിന്നെ വിളിക്കുന്ന പേര് എനിക്കിഷ്ടപ്പെട്ടു. ടോം. Tom? Are you okay? छे, ये अन्नानमार किधर से आया? लड़की का पड़ंग किधर गया? ഈ സാമ്രാജ്യത്വ കുത്തകളുടെ സ്വഭാവം ഇവൻ ആരോടെ പഠിപ്പിച്ചത്? അവൻ മീറ്റിംഗിലായിരിക്കും. രാവിലെയും രാത്രിയും പണിയെടുത്തിട്ടാ എനിക്ക് ഇന്ന് ലീവ് കിട്ടിയത്. അവൻ ഇന്ന് ഓഫീസിലില്ല. പിന്നെന്ത് മീറ്റിംഗ്? എടോ, ലോക്കൽ കമ്മിറ്റി മീറ്റിംഗ് നടക്കുമ്പോഴും ഞാൻ ഫോൺ എടുക്കാറില്ലേ? അത് ശരിയാണ് മാവ. ഇനി പോലീസിലോ മറ്റോ അറിയിക്കണോ? ഇപ്പോ ചില പിള്ളേരെ പിടുത്തക്കാരിറങ്ങിയിട്ടുണ്ട്. ഛേ, അവൻ അതിന് കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ. 10-30 വയസ്സായില്ലേ? ഡാ, നിനക്കൊക്കെ 50 വയസ്സായാലും ഞങ്ങൾക്കൊക്കെ കുട്ടികളാ. നിനക്കൊക്കെ പ്രായമായാൽ നീ നിന്റെ അച്ഛനെ നീ വിളിക്കോ? ഞാൻ ബോംബെയിലായിരുന്നപ്പോൾ ഇങ്ങനെ പല കേസുകളും നടന്നിട്ടുണ്ട്. ജബാറേട്ടനോടെ സെക്യൂരിറ്റി പണിയായിരുന്നു, അല്ലെ പോലീസിലായിരുന്നോ? തൊഴിലാളി വർഗത്തോട് ഇങ്ങനെയാണ് സംസാരിക്കുക? ഇവനെ ഞാനത് ശരിയാക്കുന്നുണ്ട്. ഈ ചെറുപ്രായത്തില് ഇവരിങ്ങനെ കുത്തഴിഞ്ഞ് ജീവിതം നയിച്ച് മുമ്പോട്ട് പോയാൽ വലുതായവ എന്താവും? ഞാൻ മൂത്രമൊഴിച്ചോട്ടെ. സുശീലൻ, അവനെന്താ ഫോൺ എടുക്കാത്തതെന്ന് എനിക്കറിയാം. ഞാൻ പണ്ട് ബോംബെയിലായിരുന്നപ്പോഴേ ഇതുപോലെ തന്നെ ഒന്ന് വരൂ. ആഹാ, അങ്ങനെ വഴിക്ക് വാ. ജബാറേട്ടാ, ആ പറ. ബോംബെയില് ഇത് കണ്ടോ? നന്നായിട്ടുണ്ടല്ലേ? ബാപ് രേ ബാപ്, ജവാബ് നഹീ. ഇനി പോയിക്കോ. ഏയ്, അത്ര വലിയ മുറിവൊന്നുമില്ല. ഐ എം സോ സോറി ടോം. കുഴപ്പമില്ല. ചെറുപ്പത്തിൽ എന്നെ തല്ലി വളർത്തി എന്തായാലും നന്നായി. ഐ എം സോറി ടു ഹിയർ ദാറ്റ്. എന്നെ തല്ലുക എന്നുള്ളത് എൻ്റെ അച്ഛനോ ടൈം പാസ് ആയിരുന്നു. പലപ്പോഴും എൻ്റെ അച്ഛൻ സ്നേഹം എക്സ്പ്രസ് ചെയ്തിരുന്നതിന് എന്നെ തല്ലിയിട്ടാ. സ്നേഹമുള്ളവരെ ആരെങ്കിലും തല്ലുവോ? സ്നേഹമുള്ളവരെ തല്ലുമെന്ന് അച്ഛൻ്റെ തിയറി.
അതൊരു തെറ്റായ തിയറിയെന്നാ എനിക്ക് തോന്നുന്നത്. I never wanted this office job. You know, സ്മിത, യാത്ര എനിക്ക് വളരെ ഇഷ്ടമാണ്. ആക്ച്വലി ടോമിന് എന്താവാനായിരുന്നു ആഗ്രഹം? അല്ല, ഞാൻ ചെയ്യുന്നത് മറ്റുള്ളവർ കൂടി ഇഷ്ടപ്പെടുമെന്നുള്ളൊരു പേടി. അത് നീ മറ്റുള്ളവരുടെ മുമ്പിൽ ചെയ്താലല്ലേ അറിയാൻ പറ്റൂ. ഇഫ് യു ലൈക്ക് സംതിങ് ഗോ ഹെഡ് ആൻഡ് ഡു ഇറ്റ്. നീ എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്, മറ്റുള്ളവരല്ല. ഒരു കാര്യം ചെയ്ത് സക്സസ്ഫുൾ ആവുമ്പോൾ ഈ ലോകം മുഴുവൻ നിന്റെ പിന്നാലെ വരും. അതുവരെ അവർ നിന്നെ പുറകോട്ട് വലിച്ചോണ്ടേയിരിക്കും. ഹലോ അമ്മ, ഞാൻ പറഞ്ഞതല്ലേ. ടോം, ഒന്ന് വേഗം ഡ്രസ് ചേഞ്ച് ചെയ്യ്. ഐ എം റിയലി സോറി. ഹായ് രാഹുൽ. This is for you. താങ്ക് യു. രാഹുൽ, ഹീസ് ടോം. ടോം, രാഹുൽ. Rahul. Hi. Rahul Verma. ഇതെന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാ. Oh, wow. Nice to meet you. You know, 1000 ഫോട്ടോഗ്രാഫ്സിൽ നിന്ന് എൻ്റെ മദറിന് ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിനെയാണ്. Well, so where do you guys usually hang out? ഇവിടെയൊക്കെ തന്നെ അല്ലേ? ഇവൻ വെറുതെ പറയുന്നതാ, ജസ്റ്റ് ഷോ ഓഫ്. ഞങ്ങളിടയ്ക്ക് തട്ടുകടയിൽ നിന്ന് ദോശയും മറ്റും കഴിക്കാറുണ്ട്. ടോമിന്റെ ഫേവറേറ്റാ. തട്ടുകട, very cool. Excuse me guys, I'll just go to the loo. ഓ, ഞാൻ ഫോൺ സ്മിതയുടെ വീട്ടിൽ വെച്ച് മറന്നു. Any important calls? ഹലോ. ഹായ്. ഹായ്. സോറി, ഞാൻ പുറത്തു പോയിരുന്നു. ഇപ്പോഴാണ് ഞാൻ മിസ് കോൾസ് കണ്ടത്. നോ പ്രോബ്ലം. ഡിന്നർ ഇന്ന് ഒരുമിച്ചാക്കിയാലോ? ഓക്കെ. ഷോ, ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങാം. ഇപ്പൊ തന്നെ മണി 5 കഴിഞ്ഞു. നീ എപ്പോ എത്തും? ഞാൻ ഇറങ്ങി. നിന്റെ അഡ്രസ് ഒന്ന് SMS ചെയ്യൂ. ഓക്കെ. See you. മാറിക്കടി കഴുതേ. എന്താണ് നീക്ക്? ആ ചൗട്ടിനെ മാറിക്ക്. ചൗട്ടിനെ തല്ലിട്ട് എനിക്കിത് കിട്ടാനിട്ട് മാറിന്നു. എന്റെ സ്വഭാവം അറിയാനിട്ടാണ്. മാറിക്കടി. ഹലോ. എടാ, എവിടെയാടാ? എന്തു പറ്റി? നിന്റെ അച്ഛനല്ലേ, എൻ്റെ അമ്മാവൻ, ഇവിടെ എത്തിയിട്ടുണ്ട്. അയ്യോ, അച്ഛനാ? അച്ഛൻ എന്താ പറയണേ? നിന്നെ വിളിച്ചപ്പോ നീ ഫോൺ എടുക്കാത്ത എന്താ കഴുതേ? ഒച്ച ഉറക്ക കേട്ടാ? അയ്യോ,
നമുക്ക് എല്ലാ അച്ഛനോട് തുറന്നു പറഞ്ഞാലോ? പിന്നെന്താ, ഒരു കാര്യം ചെയ്, ഒരു കുപ്പിയിലെ കുറച്ച് വിഷവും മേടിച്ചിട്ട് ഇങ്ങോട്ട് വാ. അച്ഛനോട് സത്യം വല്ലതും പറയാനുള്ള പ്ലാൻ എനിക്ക് നേരത്തെ പറഞ്ഞോട്ടോ. എനിക്ക് ഷഡിങ് കിഴക്കേക്ക് എടുത്ത് ഇവിടുന്ന് ഓടാനാ. കോൺവെന്റ് ജംഗ്ഷനായി, ഇവിടെ എവിടെ പോണ്ടേ? ഒരു മിനിറ്റ് ചേട്ടാ, ഒരു മിനിറ്റ്. ഓ, ഇവിടെ വരികയാണെങ്കിൽ അച്ഛനോട് പറയാൻ ഒരു കഥയായിട്ട് വരണം കേട്ടോ. ബൈ ദ വേ, വല്ലതും നടന്നോ? ഹലോ ഹലോ, നോ പ്രോബ്ലം. താക്കോൽ കയ്യിൽ തന്നെ വെച്ചോളൂ, ഞാൻ വന്ന് എടുത്തോളാം. ആ, SMS me your address. Yeah. I'll see you soon. Take care. Smita, Okay. Bye-bye. for you. Thank you. Huh? എന്തോ ഇതൊക്കെ എന്താടാ? എടാ, നീയൊക്കെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരോ അതോ ഷെഡി കച്ചവടക്കാരോ? അത് അമ്മാവ കുറച്ചെൻ്റെയും കുറച്ച് സുശീലൻ്റെയും കുറച്ച് കണാരേട്ടൻ്റെ മകൻ ഗോപാലിൻ്റെയും. എല്ലാം അമേരിക്കൻ കമ്പനികൾ. എടാ, സാമ്രാജ്യത്വം അടിവസ്ത്രത്തിലൂടെയാണ് ഒരു രാജ്യത്തെ കോളനീകരിക്കുന്നത്. നിനക്കറിയോ? ആദ്യം പോർച്ചുഗീസ്, ഡച്ച്, സ്പെയിൻ, ഫ്രഞ്ച്, ബ്രിട്ടൻ, ഇപ്പൊ അമേരിക്ക. അമ്മാവ അത് ഇതെല്ലാം ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. പിന്നെ പേര് മാത്രമേ ഉള്ളൂ വിദേശ കമ്പനി. ഇന്ത്യക്കാരന്റെ വിയർപ്പ്, അമേരിക്കൻ കുത്തകകളുടെ പേര്. ഒരു ഇന്ത്യക്കാരുടെ അടിവസ്ത്രം വരെ ഇന്ന് അമേരിക്കൻ കമ്പനികളെ തീരുമാനിക്കുന്നത്. സോറി അമ്മാവ, ഇനി ഇന്ത്യൻ കമ്പനികളുടെ വാങ്ങിക്കോളാം. നിനക്കറിയോ, ആഫ്രിക്കയിൽ നിക്കരാഗുവയിലൊക്കെ ഉടുവസ്ത്രം പോലും ഇല്ലാതെ ആൾക്കാർ കഷ്ടപ്പെടുക. അപ്പോഴാണ് നിങ്ങളൊക്കെ അമേരിക്കൻ അടിവസ്ത്രം ധരിച്ച് നിൽക്കുന്നത്. ഇതൊക്കെ ആരതാടാ? ഈ കാണുന്നതൊക്കെ ആരതാ? എൻ്റെ അല്ല. ഇതൊക്കെ ആരതാ? ഇത് നിന്റെയാ? ഇത് അതെൻ്റെ അല്ല. പിന്നെ ആരതാ? സുശീലന്റെയാ? അല്ല. ആ കണാറിന്റെ മോൻ ഗോപാലിന്റെയാ? അല്ല. പിന്നെ എന്റെ താണോടാ? അയ്യോ, അതല്ല അമ്മാവ. പിന്നെ പറ. ഒരു ആന്റി അപ്പുറത്ത്. ഒരു ആന്റിയോ? ആന്റിക്ക് ചെറിയ 2 കുട്ടികളുണ്ട്, ബിനുമോനും സിനുമോനും. 7ഉം 9ഉം വയസ്സാണ്. അപ്പൊ അവർക്ക് അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവിടെ അവർക്ക് കല്യാണം കഴിക്കാൻ സ്ഥലമുണ്ട്, കുട്ടികളെ പ്രസവിക്കാൻ സ്ഥലമുണ്ട്. അവരുടെ കുട്ടികളെ നിക്കറുണക്കാൻ മാത്രം സ്ഥലമില്ല. ഇതാ നോക്ക്, സ്ത്രീകളുമായ അനാവശ്യമായി ബന്ധപ്പെട്ടിരുന്നത് മുമ്പേ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ന് അവർ കുട്ടികളുടെ അടിവസ്ത്രം ഉണക്കാടും, നാളെ അവരുടെ അടിവസ്ത്രം കൊണ്ടിടും. മനസ്സിലായോ? നീ വാ, ഇത് ഇപ്പൊ തന്നെ ശരിയാക്കിയിട്ടില്ലേ? അമ്മ, ഞാനൊരു സത്യം പറയാം, അവരവിടെ ഇല്ല. അതെങ്ങനെ നിനക്കറിയാ? കോട്ടയത്ത് ഒരു കല്യാണത്തിന് പോയിരിക്ക. കല്യാണം കഴിഞ്ഞ് വന്ന അപ്പൊ തന്നെ ഇതെടുത്തോളാന്ന് പറഞ്ഞു. അതേത് ആന്റിജി? ഇയാളല്ല ആന്റിമാരറിയാ? ഇല്ല, നിനക്കറിയുന്ന അത്ര എന്തായാലും എനിക്കറിയില്ല. അമ്മാവ, ഞാനൊരു സത്യം പറയട്ടെ? സത്യമേ പറയാവൂ. എന്റെ ഇവിടുന്ന് വീട് മാറിപ്പോയി, ഇനി ഒരിക്കലും മടങ്ങി വരൂല. അമ്പിളി വർക്ക് ചെയ്യുന്നുണ്ടോ? അല്ല, റിച്ച് ആണെന്ന് എനിക്കറിയാം, എന്നാലും സുജിത്തിന് അതൊന്നും ഇഷ്ടമല്ല. ഞാനൊരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിച്ചാ. എന്താ ഇത്ര ക്യൂരിയോസിറ്റി? ഞാനൊരു സാധാരണ പെൺകുട്ടിയല്ലേ. നോ വേ. എത്ര പേരായിരുന്നു അമ്പിളിയുടെ പുറകെ? 2-3 ചെക്കന്മാരല്ലേ, അതിപ്പോ ഏത് പെണ്ണിന്റെ പുറകെ ഉണ്ടാവും. ഒരു 5-6 പേരെന്തായാലും എനിക്കറിയാം. ശരി ശരി. സോ ടെൽ മീ. 3 വർഷത്തെ വിവാഹ ജീവിതം, അതല്ലാതെ വേറൊന്നുമില്ല. സോ ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്. എന്നെ പറ്റി ഇപ്പൊ എന്ത് പറയാനാ? പഠിത്തം കഴിഞ്ഞു, ജോലി ചെയ്യുന്നു. എന്താ കല്യാണം കഴിക്കാത്തെ? എന്നെക്കാരെങ്കിലും ഒന്ന് നോക്കിയിട്ട് വേണ്ടത്. നീ ആരെങ്കിലും നോക്കിയാലല്ലേ നിന്നെ ആരെങ്കിലും നോക്കുന്നുണ്ടോന്നറിയൂ. ഡോക്ടർ സ്മിതയുമായി എന്താ കഥ? Come on, yeah, she's a nice girl. Come on, സുഷി. അതോ ടോമാണോ? അയ്യോ, ഞാൻ കഴിക്കാനൊന്നും ശരിയാക്കിയിട്ടില്ല. Shall we order from outside? ഒന്നും വേണ്ട, ഞാൻ ഉണ്ടാക്കാം. No, 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 no. Of course not.
എന്നെ ഇംപ്രസ് ചെയ്യാൻ എനിക്കൊരു ചാൻസ് തരൂ പ്ലീസ്. കെരോട്ടിൻ, വൈറ്റമിൻ എ കണ്ണിനും സ്കിന്നിനും നല്ലതാണ്. ആവണ നോ താങ്ക്സ്. പറയാതെ പറയാതെ എൻ മൗനം ഗാനമായി പൊഴിയാതെ ഒഴിയാതെ എന്താം മേഘമായി ഓർമ്മയൊഴുകും കരയിലാരേ കാത്തു വെറുതെ നിലാവേ രാത്രി മലരായി പോയ ഋതുവിൻ പാതയരികിൽ തേങ്ങ, വൈറ്റമിൻ സി, B1, B2, B6, E, K, 5-ാം പനി, ഹെപ്പറ്റൈറ്റിസ് സി, വെയിറ്റ് ലോസ്, പിന്നെ ഹാങ് ഓവറിനും നല്ലതായത്. ശബ്ദം എനിക്ക് മരിക്കണം രാധേ. അല്ല അല്ല അല്ല, എനിക്കാണ് മരിക്കണത്. ആരാ? സെയിൽസ്മാൻ. എന്ത് സെയിൽസ് കുറവുണ്ട്. ഫോൺ എടുക്ക്. സെയിൽസ് സുശീലനാ? കഴുതേ, നീ എവിടെയാ? നീ എന്താ ഫോൺ ചെയ്തെടുക്കാത്തത്? ഇങ്ങോട്ട് വാ, ബാക്കി അപ്പൊ തരാം. അച്ഛാ ഞാൻ എത്താൻ ഇത്തിരി വൈകും. ഹലോ ഹലോ, വാതിലെന്തോ നോക്കിട്ട് വരാം. ഹായ്. ഏയ് ഹായ്. ഹായ്. ഭയങ്കര കുക്കിംഗ് ആണല്ലോ. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? നോ താങ്ക്സ്, ഐ എം ഗുഡ്. ഞാൻ ആ കീ എടുത്തിട്ട് വരാം. ഏയ് ഹായ്. സോറി, ബുദ്ധിമുട്ടാകല്ലേ? എന്ത് പറയുന്നു നിന്റെ ചൈൽഡ്ഹുഡ് സ്വീറ്റ് ഹാർട്ട് അമ്പിളി? രാഹുൽ എന്ത് പറയുന്നു? He thinks that I'm the ultimate woman. സത്യമല്ലേ? See you, Ambli. എന്താ അമ്മാവാ? എന്താ ഇത്? എന്ത്? ഇത് നിനക്കറിയില്ലേ? ഗിറ്റാർ. നിന്റേതാണോ? എൻ്റെ അല്ല. സുശീലന്റെ? അല്ല. നമ്മുടെ കണാരന്റെ മകൻ ഗോപാലന്റെ? അല്ല. പിന്നെ എന്റേതാണോ? ഒരിക്കലും അല്ല. പിന്നെ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ ഒരു അമ്മച്ചി വരും. അവര് ഇടയ്ക്കിടയ്ക്ക് ഭക്തിഗാനങ്ങളൊക്കെ പാടാൻ വേണ്ടി. എടാ, അവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ ഉഷാവുന്നപ്പോ വരുന്നത്?
ആണോടാ? ആണോ? ഞാൻ സത്യം പറയട്ടെ? നീ സത്യം മാത്രമേ പറയാവൂ. എല്ലാ ശനിയാഴ്ചയും എൻ്റെ കമ്പനിയിലെ ചില സഖാക്കളൊക്കെ കൂടി ഞങ്ങളിവിടെ കൂടാറുണ്ട്. സോഫ്റ്റ്വെയർ കമ്പനിയിൽ സഖാക്കളോ? കുറച്ച് സോഫ്റ്റ്വെയർ സഖാക്കളും കുറച്ച് ഹാർഡ്വെയർ സഖാക്കളും. പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തരുമോ വിപ്ലവ ഗാനങ്ങൾ പാടാറുണ്ട്. ഓഹോ. ഉണരുവിൻ ഉയരുവിൻ പട്ടിണിയുടെ തടവ് ഒരു സത്യം പറയട്ടെ? നീ സത്യം മാത്രമേ പറയാവൂ. എനിക്ക് പാട്ട് പാടാൻ അറിയില്ല. അതെന്താ? പ്രാക്ടീസ് ചെയ്യാൻ സമയം കിട്ടാറില്ല. സോറി, ഞാൻ ചോദിക്കാതെ ഗിറ്റാർ ഉപയോഗിച്ചു. നിറയാതേതോ പുഴ പോലെ മാഞ്ഞൊരാ കാലമേ ഒരു മൂകരാവിലൂടെ താനെ മറന്ന പോലെ ഈ വഴി വന്നൊരു തിന്നലേ മാഞ്ഞ നിനവിൻ ജാലകങ്ങൾ വീണ്ടും അതിലോലമായി നീത്തലോടി ഞാനുണർന്നു ദാഹവിവശം സാഗരം പോൽ നിലാവിൽ ആടി നിന്നു പറയാതെ പറയാതെ എൻ മൗനം ഗാനമായി പൊഴിയാതെ ഒഴിയാതെ എൻ ദാഹം മേഘമായി ഓർമ്മയൊഴുകും കരയിലാരേ കാത്തുവരുതേ നിലാവേ രാത്രി മലരായി രാത്രി മലരായി Happy birthday. Oh.
It's okay. I understand you. നീ എന്നും എനിക്ക് അത്ര ഉയരത്തിൽ തന്നെ നിൽക്കണം. ആമ്പിളിയെ പോലെ. ഇവിടെ ഇവിടെ ചേട്ടാ എത്രയായി? 50 രൂപ. എങ്ങനുണ്ട്? എന്ത്? എന്റെ വേഷം എന്താ? എനിക്ക് കണ്ണ് കാണാൻ പറ്റാത്തോണ്ട് ശരിക്കും കാണത്തില്ല എന്താ ഇട്ടേക്കുന്നതെന്ന്. ഒരു തൊപ്പിയുടെ വെച്ചാ കൊള്ളായിരുന്നു. ആ ഞാൻ നോക്കി കിട്ടാഞ്ഞിട്ടാ. അശോ. ചേട്ടൻ വെച്ചോ. ഫുൾ വെച്ചോ. അയ്യോ. എടുത്തോ. പോട്ടെ. ആ ബോയ്സ് പാർട്ടി വേണ്ട വേണ്ട. രാജ് പോ ഗോപാല പോ പോ പോ. ഗോബ്സ് 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 ഒരു സെക്കൻഡ് ഞാൻ പറയുന്നത് വേണ്ട. പോ പ്ലീസ് പ്ലീസ് ഗോബ്സ് ഗോബ്സ് ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ പ്ലീസ് പ്ലീസ് പ്ലീസ്. അവളെന്നെ വിട്ടുപോയടാ. അവളെന്നെ വിട്ടുപോയി. എനിക്ക് മരിക്കണം. തള്ളരുത് തള്ളരുത് പ്ലീസ് തള്ളരുത്. ഗോബ്സ് 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 രാജ് പ്ലീസ് ഞാൻ കേറിക്കോട്ടെ പ്ലീസ് കേറിക്കോട്ടെ ഞാൻ മകൻ ഗോപാലൻ. പറ്റി ഒന്നും പറ്റില്ല മാവ. ഇതെന്താടാ ഇത്? ഓണാണോ ഒന്ന്? ഊക്കളം തന്നെ ധരിച്ചിട്ടുണ്ടല്ലോ. നീ ഇവിടെ ഈ കോലത്തിലാണ് നടക്കുന്നതെന്ന് നിന്നെ തന്ന കണറിനറിയോ? അമ്മാവ സത്യമായിട്ട് എനിക്ക് കണ്ണ് കാണാത്തോണ്ട് എന്താ ഉടുത്തേക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സത്യം അമ്മാവ, അവൻ ലുങ്കിയെ കൊടുത്ത് ഒരു ദിവസം ഓഫീസിൽ വന്നായിരുന്നു. ആരും പറ്റിച്ചാ. ഗോട്ടിമാല എന്ന് കേട്ടിട്ടുണ്ടോ? ഗോട്ടിമാല നിക്കരാഗുവ. ഇവിടേക്കുള്ള ജനങ്ങള് വസ്ത്രം വാങ്ങാൻ പണമില്ലാതെ നടക്കുമ്പോഴാണ് നീ കീറിപ്പറിഞ്ഞ് കുപ്പായിട്ടോണ്ട് നടക്കുന്നത്. സാംസ്കാരിക മൂല്യച്യുതി. നീ ഒരു മുണ്ടെടുത്ത് കൊടുക്ക്. മുണ്ടെടുത്ത് കൊടുക്കണ. അതാരാ നോക്ക് നോക്ക്. ആരാ നോക്ക് നോക്കടാ. ഏതാ ഈ പെൺകുട്ടി? സെയിൽസ് ഗേൾ. അതെ എന്ത് എന്ത്? പെങ്ങളാ സെബാസ്റ്റിന്റെ. എനിക്ക് പോണം. ഗോപാലിനെ അറിയാം. എനിക്കറിയില്ല. പറ പെങ്ങളല്ലേ? ആരുടെ പെങ്ങളാ? ദിനേശന്റെ. സെബാസ്റ്റിന്റെ. മോളെ ആരാ നീ? ആരുടെ വിള്? അമ്മാവ എനിക്ക് വീട്ടിൽ പോകാനുള്ള സമയമായി. കണ്ണിൽ തുള്ളിമരുന്നൊഴിക്കാനുള്ള സമയം അതിക്രമിച്ചു. ശുഭരാത്രി അമ്മാവ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ശുഭരാത്രി. നിന്റെ തുള്ളിമരുന്ന് നീ കഴിഞ്ഞ ദിവസം വന്നപ്പോ മറന്നു വെച്ച ഓർമ്മയില്ലേ? മറന്നു വെച്ചത് എങ്ങനെ ഓർക്കും രാധേ? മോളെ നീ ആരാ കുട്ടി? അമ്മാവ ഞാൻ പറഞ്ഞില്ലേ ഇവര് ഗോവക്കാരാണ്. ഡിക്കോസ്റ്റ, ഡിസിൽവ, ഡിമെലോ എന്നൊക്കെ പറഞ്ഞ പോലെ സെബാസ്റ്റ്യൻ ഡീനെസ് എന്നാണ് ഇവളുടെ ബ്രദറിന്റെ പേര്. അച്ഛന്റെ പേര് അലിമാവോ. ഈ അലിബാബ അങ്കിളും ഫാമിലിയും ഗോവയിൽ അറിയപ്പെടുന്ന ഒരു ഇടതുപക്ഷ കുടുംബക്കാരാണ്. ഇവിടെ എന്താ ചെയ്യുന്നത്? ഈ സെബാസ്റ്റ്യൻ ആരാ? സെബാസ്റ്റ്യൻ ഞങ്ങളുടെ കോളേജിലെ ഒരേ ബാച്ച് എഞ്ചിനീയറിംഗ്. ഈ അതായത് അമ്മാവ സെബാസ്റ്റ്യൻ അല്ല സിവിൽ ആയിരുന്നു, ഞങ്ങൾ ഇലക്ട്രോണിക്സ് ആയിരുന്നു. ആരുടെ പെങ്ങൾ? ദിനേശന്റെ. സെബാസ്റ്റ്യന്റെ. സെബാസ്റ്റ്യന്റെ. എന്താണ് ഈ അസമയത്ത് ഇവിടെ? എന്തിനാണ് നമ്മുടെ ഈ കുട്ടികൾ അമേരിക്കയിൽ പോയി അടിമപ്പണി ചെയ്യുന്നത്?
അവന്റെ അച്ഛനും ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഇൻഫോസിസ് ഒരു ഇന്ത്യൻ കമ്പനി ആയതുകൊണ്ടാണ് അവര് സമ്മതിച്ചത്. അലിബാബങ്ങൾക്ക് അവനെ നിക്കാരിഗുവയിലോ പോളണ്ടിലോ അയക്കാനായിരുന്നു ആഗ്രഹം. പക്ഷെ സെബാസ്റ്റ്യനാണ് പറഞ്ഞ് ഞാൻ ഒരു മുതലാളിത്ത രാഷ്ട്രത്തിൽ നിന്നും ധനം ശേഖരിച്ച് ആഫ്രിക്ക പോലുള്ള ദരിദ്ര രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് വസ്ത്രവും ഭക്ഷണവും വെള്ളവും എത്തിക്കാന്ന്. വിപ്ലവം ജയിക്കട്ടെ. അല്ല പിന്നെ അതൊക്കെ പോട്ടെ, ഈ കുട്ടി എന്താ ഇവിടെ ചെയ്യുന്നത്? മോള് പറയും. അങ്കിൾ ഞാൻ അതെ അമ്മാവ, ബാങ്ക് ടെസ്റ്റ്. അല്ല, ഇതാണോ ബാങ്ക് ടെസ്റ്റ്? ഇവിടെയല്ല, നാളെയാണ് ടെസ്റ്റ്. ഇന്ന് രാത്രി ഇവിടെ നിന്നിട്ട് നാളെ പരീക്ഷ ചെയ്തിട്ട് തിരിച്ചു പോകും അല്ലേ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ സെബാസ്റ്റിന്റെ പെങ്ങളല്ല. അതിന് മെയ്യല്ലേ? അല്ല, മോള് പറ. അങ്കിൾ, എനിക്കൊരു കാര്യം പറയണം. ഞാൻ സെബാസ്റ്റിന്റെ പെങ്ങളല്ല. പിന്നെ പട്ടി ഗേൾസ് പാർട്ടിയും പോയി വിപ്ലവം ഉഗാണ്ടായി. അല്ല, ഇതേതാ? ഇവനെന്താ വേണ്ടത്? എനിക്ക് ഒന്നും മരിച്ചാ കൊള്ളാമെന്നുണ്ട്. നീ ഇന്നലെ എവിടെയായിരുന്നു? അച്ഛൻ ഞാനൊരു സുഹൃത്തിനെ കാണാൻ പോയിരുന്നു. ആരാടാ സുഹൃത്ത്? അച്ഛനറിയില്ല, ഒരു പെൺകുട്ടിയാണ്. പെൺകുട്ടിയോ? നീ ഇന്നലെ ഒരു പെൺകുട്ടിയുടെ കൂടെ രാത്രി കഴിഞ്ഞത്? അച്ഛൻ അവളെന്റെ ക്ലാസ്മേറ്റാ. അതുകൊണ്ട് അവൾക്കൊരു ഓപ്പറേഷൻ കഴിഞ്ഞ് കുറച്ച് ബ്ലഡിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പോയി ബ്ലഡ് കൊടുത്തു. അതിനുശേഷം എനിക്ക് ചെറിയ തലകറക്കം വന്നു. ICU അഡ്മിറ്റ് ചെയ്തു. അച്ഛൻ ഫോൺ ചെയ്തപ്പോൾ ഞാൻ ICUലായിരുന്നു. ഡോക്ടർ ഫോൺ എടുക്കാൻ സമ്മതിച്ചില്ല. ഏത് ഹോസ്പിറ്റല്? മെഡിക്കൽ കോളേജ്. ഡോക്ടർ ഏതാ ഡോക്ടർ എന്ന്? ഡോക്ടർ സ്മിത. നിനക്കിപ്പോ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല അച്ഛാ. അവൾക്കോ? അവക്കും. പോയി റെസ്റ്റ് എടുത്തോ. അവളെന്റെ മുഖത്ത് തുപ്പിയിട്ടാടാ പോയത്. തുപ്പിയത് പോട്ടെ, ഞാൻ ഒരാണല്ല എന്നൊക്കെ പറഞ്ഞു. നീ ഞാൻ പറയുന്ന വല്ലതും കേൾക്കണ്ടോ? അച്ഛനോട് കള്ളം പറയണ്ടായിരുന്നു. നീ പറഞ്ഞത് കളവാണെന്ന് എനിക്കറിയാം. അതിന് കാരണവും ഞാൻ തന്നെയാ. ചില സമയങ്ങളിൽ ആളുകൾക്ക് തിരിച്ചറിവുണ്ടാവുക എല്ലാം കൈവിട്ടു പോയെന്ന് തോന്നുമ്പോഴാ. അച്ഛൻ എനിക്ക് കൊച്ചിലെ തന്നൊരു പുസ്തകത്തിൽ ഞാനിത് വായിച്ചിട്ടുണ്ട്. ടോൾസ്റ്റോയ്? അതെ, ഞാനും അത് വായിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളിതൊക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷെ ശരിക്കും അങ്ങോട്ട് മനസ്സിലായിട്ടില്ലല്ലേ? അച്ഛൻ മനസ്സിലാക്കിയതുപോലെ ആയിരിക്കില്ല ഒരുപക്ഷെ ഞങ്ങൾ മനസ്സിലാക്കിയത്. ഓരോരുത്തരെ മനസ്സിലാക്കുന്ന ഓരോരുത്തരുടെ രീതിയിലാണല്ലോ. അത് ശരിയാ. പുസ്തകത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ജീവിതത്തിലും ഓരോരുത്തർക്കും അവരുടേതായ രീതികളാണല്ലോ. നിങ്ങളെങ്ങനെ ഇങ്ങനെ ആയിപ്പോയി മക്കളെ? ഒരു കാര്യം എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് ജീവിതത്തിൽ പിടിച്ചു നിൽക്കാനാവും. അത്രയൊക്കെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഹായ് സുഷി. ഹായ്. നീ ഒരു ഹെൽപ്പ് ചെയ്ത് തരില്ലേ എനിക്ക്? എന്താണെന്നറിയോ, ഈ വരുന്ന സാറ്റർഡേ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണ. എനിക്കാണെങ്കിൽ അത് അറ്റൻഡ് ചെയ്തേ പറ്റൂ. സോ ഐ വാസ് തിങ്കിങ് യു വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് മീ. അന്നാണെങ്കിൽ വൃത്തികെട്ട ഒരു ഡെഡ് ലൈനും.
So you'll help me, right? Sushi. ഐ റിയലി വോണ്ട് ടു ഹെൽപ്പ് യു യാർ. പക്ഷേ ഈ ശനിയാഴ്ച എൻ്റെ മാമൻ്റെ കുട്ടിയുടെ കല്യാണ. ഐ എം റിയലി സോറി. ഞാൻ ഈ പ്രേമവും പരിപാടിയൊക്കെ വേണ്ടാന്ന് വെച്ചാലൊന്ന് ആലോചിക്കായിരുന്നു. Namaskaram. I really like your name, you know? Gopalan, right? Yeah. Gopalan. I like your scarf. And your glasses too. You're really cute. Please. Uncle, let's go. Endu patti Gopala. Ini endu Are you okay? Anyukta. Anu, please give Raj 2 minutes. It's a humble request. പൊൻവീണേ എന്നുള്ളിൽ മൗനം വാങ്ങൂ, ജന്മങ്ങൾ പുൽകും നിൻ നാദം നൽകൂ. ദൂതും പേറി നീങ്ങും മേഘം മണ്ണിനേകും ഏതോ കാവ്യം, ഹംസങ്ങൾ പാടുന്ന ഗീതം ഇനിയും ഇനിയും അരുളേ. പൊൻവീണേ എന്നുള്ളിൽ മൗനം വാങ്ങൂ, ജന്മങ്ങൾ പുൽകും നിൻ. ചൂടും വിണ്ണിൻ ചാരുതയിൽ പൂഞ്ചിറകുകൾ നേടി വാനിൻ അതിരുകൾ തേടി പറന്നേറുന്നു, മനം മറന്നാടുന്നു. സ്വപ്നങ്ങൾ നെയ്തും നവരത്നങ്ങൾ പെയ്തും, സ്വപ്നങ്ങൾ നെയ്തും നവരത്നങ്ങൾ പെയ്തും അറിയാതെ അറിയാതെ അമൃത സരസിൻ കരയിൽ പൊൻവീണേ എന്നുള്ളിൽ മൗനം വാങ്ങൂ. എല്ലാം കല്യാണത്തിനു ശേഷം.
ജീവിതത്തിൽ ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി ഞാൻ സമ്പൂർണ്ണ വെടിനിർത്തൽ പ്രഖ്യാപിച്ചുകൊണ്ട് നിരുപാധികം കീഴടങ്ങി. സത്യം. മദാമ്മമാർക്ക് കണാരേട്ടൻ്റെ മകൻ ഗോപാലനെ മനസ്സിലാകൂ എന്നുള്ള അവൻ്റെ വിശ്വാസം അവനെ രക്ഷിച്ചു. സ്റ്റേജിൽ ഗിറ്റാർ വായിക്കണം എന്ന സുശീലൻ്റെ കുട്ടിക്കാലത്തെ ഒടുക്കത്ത ആഗ്രഹം പൂവണിഞ്ഞപ്പോൾ അതിൻ്റെ പിറകെ കുറച്ച് ചിത്രശലഭങ്ങളും വന്നു. അമ്മാവൻ പറഞ്ഞ പോലെ അനിവാര്യമായ വിപ്ലവം ഞങ്ങളുടെ ജീവിതത്തിലും നടന്നു. റാസ്പുട്ടിൻ സർ, നന്ദി.